അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു മനുഷ്യന് ജീവിതം നൽകിയിരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സകല സംവിധാനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ചിന്ത അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. എന്തിനാണ് ഞാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടത്? നമ്മെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങളിലും ആഡംബരങ്ങളിലും ഒഴുകുന്ന ഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പരമമായി നമുക്ക് ലഭിക്കാനിരിക്കുന്ന പരലോകത്തുള്ള സുഖാസ്വാദനങ്ങളാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരാളും ഇന്ന് വരെ ജീവിതത്തിൽ ആസ്വദിക്കാത്ത സുഖാനുഭൂതികൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അത് ആർക്കാണ് അള്ളാഹു നൽകുക? ഈ ലോകത്ത് നാം പരീക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ പരീക്ഷണത്തോട് നമുക്കുണ്ടാവേണ്ട സമീപനം ക്ഷമ എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികളിലും ജീവിതത്തിൽ അള്ളാഹുവെ സ്മരിക്കാനും അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാനും അള്ളാഹുവിന് നന്ദി കാണിക്കാനും സമസൃഷ്ടികൾക്ക് നന്മ ചെയ്യാനും അള്ളാഹുവോട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നിരത്തിവെക്കാനും ജീവിതത്തെ ഒരു അമൂല്യ നിധിയായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവുന്ന ഘട്ടത്തിലാണ് ഈ ജീവിതം ഏറ്റവും വലിയ അനുഗ്രഹമാവുന്നതും സമാധാനപൂരിതമാകുന്നതും.